എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് DLEDന്റെ ഓരോ സെമസ്റ്ററിലുമുള്ള പൊതുപരീക്ഷകൾ ഏതൊക്കെയാണെന്ന കൃത്യമായിട്ടൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഇങ്ങനൊരു DLEDന് ചേർന്ന പാട് ഒന്നാം സെമസ്റ്ററിലും രണ്ടാം സെമസ്റ്ററിലും മൂന്നാം സെമസ്റ്ററിലൊക്കെ ഏതു പരീക്ഷകളാണ് നടക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഇനി പഠിക്കാൻ പോകുന്നവർക്കും അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലൊരു വീഡിയോവുമായിട്ട് ഇന്ന് വന്നിരിക്കുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. നമ്മുടെ DLEDുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവിധ ക്ലാസ്സുകൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അത് പോയി കാണാം. ഇത് നമുക്ക് ഒന്നാം സെമസ്റ്ററിൽ നോക്കാം. ഒന്നാം സെമസ്റ്ററിൽ 2 പരീക്ഷയാണുള്ളത്. അതിൽ 2 പരീക്ഷകൾ എന്ന് പറയുന്നത് ഒന്ന് സൈക്കോളജിയും രണ്ടാമത്തത് ഫിലോസഫിയുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ആ 2 പരീക്ഷകളുടെ പേപ്പറിന്റെ പേര് ഏതൊക്കെയാണ്? വിദ്യാഭ്യാസത്തിന്റെ ദാർശനികവും സാമൂഹികവും ചരിത്രപരവുമായിട്ടുള്ള അടിത്തറ. അത് പേപ്പർ കോഡ് 102 വരുന്നത്. ഇനി പേപ്പർ കോഡ് 101 വിദ്യാഭ്യാസ മനഃശാസ്ത്രം സിദ്ധാന്തവും പ്രയോഗവും. ഇങ്ങനെ 2 പേപ്പറിന്റെ പരീക്ഷയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നാമത്തെ സെമസ്റ്ററിൽ പബ്ലിക് പൊതുപരീക്ഷയായിട്ട് എഴുതേണ്ടി വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ നമ്മുടെ എൻഡ് സെമസ്റ്റർ അസസ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ട് പരീക്ഷകളിൽ നടക്കുന്നതാണ് എന്നുള്ളത് തിരിച്ചറിയാം. അപ്പോൾ ഒന്നാം സെമസ്റ്ററിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി രണ്ടാം സെമസ്റ്റർ നോക്കുകയാണ്. രണ്ടാം സെമസ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഒരു വിഷയത്തിന്റെ കൂടെ തന്നെ നമുക്ക് IT പ്രാക്ടിക്കൽ പരീക്ഷയും കൂടെ ഉണ്ടാവും. IT പ്രാക്ടിക്കലും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങളും നടക്കുക ആ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിലൂടെ തന്നെ ആയിരിക്കും. നമ്മൾ 10ലൊക്കെ എഴുതിയ പോലെ തന്നെ കുറച്ച് ചോദ്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവും. അത് നമ്മൾ തിയറി ബേസ് ആയിട്ട് അവിടുന്ന് തന്നെ മാർക്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുക. അല്ലാതെ പ്രത്യേകമായിട്ട് അതിന് പേപ്പറായിട്ടുള്ള പരീക്ഷ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ആകെ 4 വിഷയങ്ങളാണ് വരിക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൽ 3 നമ്മുടെ പൊതുവായിട്ടുള്ള എഴുത്ത് പരീക്ഷയും മറ്റേതൊന്ന് പ്രാക്ടിക്കൽ പരീക്ഷയുമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാം സെമസ്റ്ററിൽ നമുക്ക് പരീക്ഷ വരുന്നത് ഒന്ന് വിദ്യാഭ്യാസ മനഃശാസ്ത്രം പഠനവും പ്രക്രിയയും എന്നൊരു പേപ്പർ വരുന്നുണ്ട്. സൈക്കോളജിയാണ് ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുക. ഇനി അതിന്റെ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 201. ഇനി വേറൊരു പേപ്പർ ഉള്ളത് കലാപ്രവൃത്തി വിദ്യാഭ്യാസം, അതിന്റെ ബോധനശാസ്ത്രം. ആർട്ട് വർക്ക് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഇതിൽ വരിക. അത് ഒന്നാം സെമസ്റ്ററിലെയും രണ്ടാം സെമസ്റ്ററിലെയും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ഒന്നാം സെമസ്റ്ററിൽ പഠിക്കുന്ന ആർട്ട് വർക്കും രണ്ടാം സെമസ്റ്ററിൽ പഠിക്കുന്ന ആർട്ട് വർക്കൊന്നും ഈ ഒരു ഭാഗത്ത് ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. ഇനി വേറൊരു പേപ്പറുള്ളത് പാഠ്യപദ്ധതിയും ജനാധിപത്യ വിദ്യാഭ്യാസവും എന്നുള്ളതാണ്. പേപ്പർ കോഡ് 202. ഇങ്ങനെ 3 പേപ്പറും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IT പ്രാക്ടിക്കലുമാണ് ഈ ഒരു രണ്ടാം സെമസ്റ്ററിൽ നമുക്ക് പരീക്ഷയായിട്ട് ഉണ്ടാവും. ഇനി നമ്മൾ മൂന്നാം സെമസ്റ്ററിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 പേപ്പറുകളാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. ഒന്ന് മലയാളമാണ്, രണ്ടാമത്തത് ഇംഗ്ലീഷാണ്, മൂന്നാമത്തെ ആരോഗ്യ കായിക വിദ്യാഭ്യാസം PT ആണ്. അപ്പൊ ഇതില് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ മൂന്നാം സെമസ്റ്ററിലെ പരീക്ഷയെ ഒന്നാം സെമസ്റ്ററിലെയും രണ്ടാം സെമസ്റ്ററിലെയും ഭാഗങ്ങൾ ചോദിക്കും എന്നുള്ളത് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്ക് ഈ ഒരു പബ്ലിക് പരീക്ഷ നടക്കുമ്പോൾ നമ്മൾ ഒന്നാം സെമസ്റ്ററിലെ കാര്യങ്ങൾ പഠിക്കണം, രണ്ടാം സെമസ്റ്ററിലെ കാര്യങ്ങൾ പഠിക്കണം, മൂന്നാം സെമസ്റ്ററിലെയും കാര്യങ്ങൾ പഠിക്കണം. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ പെർസെൻറ്റേജ് ഓഫ് ചോദ്യങ്ങൾ വരിക മൂന്നാം സെമസ്റ്ററിലാണ്. അതുകൊണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ട ഒരു ഭാഗം മൂന്നാം സെമസ്റ്റർ ആണ് എന്നുള്ളതും കൂടെ എന്ത് ചെയ്യാം, അവിടെ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ മൂന്നാം സെമസ്റ്ററിൽ 3 പരീക്ഷകളാണ് ഉണ്ടാവുക. മലയാളം, ഇംഗ്ലീഷ്, ആരോഗ്യകായിക വിദ്യാഭ്യാസം. മലയാളത്തിന്റെ പേപ്പർ കോഡ് 303. ഇംഗ്ലീഷിന്റെ പേപ്പർ കോഡ് 304. PTന്റെ പേപ്പർ കോഡ് 309 എന്നുള്ള കാര്യം കൂടി ഒന്ന് അവിടെ മനസ്സിലാക്കി വെക്കുക. ഇനി 4ാമത്തെ സെമസ്റ്ററിലുള്ള പരീക്ഷയാണ്. 4ാമത്തെ സെമസ്റ്ററിൽ നമുക്ക് 3 പരീക്ഷകൾ തന്നെയാണുള്ളത്. അതിൽ നമുക്ക് ഗണിതമുണ്ട്, ശാസ്ത്ര വിദ്യാഭ്യാസമുണ്ട്, സാമൂഹ്യ ശാസ്ത്രമുണ്ട്. ഇങ്ങനെ 3 വിഷയങ്ങളാണ് നമുക്ക് 4ാം സെമസ്റ്ററിൽ പരീക്ഷ ഉണ്ടാവുക. പേപ്പർ കോഡുകൾ 405, 406, 410 എന്നിവയാണ്. അപ്പൊ ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മുൻ സെമസ്റ്ററുകളിലെ ചോദ്യങ്ങൾ ഇവിടെ കടന്നു വരാം. അതുകൊണ്ട് എല്ലാ സെമസ്റ്ററിലെ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് അതിലൂടെ കടന്നുപോയി കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പഠിച്ചു വെക്കണം.
പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഏത് സെമസ്റ്ററാണോ പഠിക്കുന്നത് ആ സെമസ്റ്ററിലെ സോഴ്സ് ബുക്കാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഗണിതം പരീക്ഷ ഉണ്ടെങ്കിൽ 1ാം സെമസ്റ്ററിൽ നിന്നും 2ാം സെമസ്റ്ററിൽ നിന്നും 3ാം സെമസ്റ്ററിൽ നിന്നും ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാമെങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക ഈ ഒരു 4ാം സെമസ്റ്ററിൽ തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ സെമസ്റ്ററുകളിൽ ഏതൊക്കെ പരീക്ഷയാണ് നടക്കുന്നത് എന്നുള്ളത് മനസ്സിലായി എന്ന് കരുതുന്നു. ഇതിൻ്റെ കൂടെ മറ്റു പ്രവർത്തനങ്ങളും ESIയും ഒക്കെ വേറെ വിഷയങ്ങളിലുണ്ടാവും. പൊതുപരീക്ഷയായിട്ട് നടക്കുന്നത് ഇവയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.